ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. UDFിൻ്റെ പ്രവർത്തകർ കാണിച്ച കൂട്ടായ്മയാണ് 102 സീറ്റിലേക്ക് UDF കടന്നു വരുവാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായും അതിനുവേണ്ടി അധ്വാനം നടത്തിയവർ, അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിയവർ, എല്ലാവരോടുമുള്ള ഒരു ബിഗ് സല്യൂട്ട് UDF കൺവീനർ എന്നുള്ള നിലയിൽ നൽകുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഓരോ ജില്ലയിലുമുള്ള UDFിൻ്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നു എന്ന് പറയുമ്പോൾ യാതൊരു വിധത്തിലുമുള്ള സ്വാരസ്യങ്ങൾ അവരിൽ നിന്നും ഉണ്ടാകാതെ ഒരു ടീം വർക്കാണ് കേരളത്തിൽ ഉടനീളം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തെ തിക്ത അനുഭവങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ തിക്ത അനുഭവങ്ങൾക്ക് മറുപടി എന്നുള്ള നിലയിലാണ് ഓരോ ജില്ലയിലും UDFിൻ്റെ ഞങ്ങൾ നിർത്തിയ പാർട്ടിയുടെ പ്രവർത്തകർ UDFിൻ്റെ പ്രവർത്തകർക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടി കടന്നു വരാനുള്ള അവസരം ഒരുക്കിയെടുത്തിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള ഓരോ ആളുകളോടുമുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകമായി പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ചർച്ചകൾ ഇന്ന് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ചർച്ചകൾ പലതും പല മേഖലകളിലും ഉണ്ടാകുന്ന ചർച്ചകൾക്ക് വലിയ കാലതാമസമില്ലാതെ അതിന് വിരാമം ഉണ്ടാകും എന്ന കാര്യം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുവാനും ഈ അവസരം വിനിയോഗിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്ന് വരുത്തി കൊണ്ടുപോകാൻ വേണ്ടി നിരവധി ആളുകൾ ശ്രമം നടത്തുന്നുണ്ട്. എങ്കിലും അങ്ങനെ ഒരു അഭിപ്രായ ഭിന്നതകൾ ഇല്ലാതെ കണ്ട് മുൻപോട്ട് പോകുവാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയെടുത്തിട്ടുണ്ട് എന്ന സത്യാവസ്ഥ കൂടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളെ കൂടി അറിയിക്കുവാൻ ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. പാർട്ടി പ്രവർത്തകരുടെ ഒരു വികാരം എന്നുള്ള നിലയിൽ പലയിടങ്ങളിലും അത്തരത്തിൽ ഫ്ലെക്സുകൾ ഉയർത്തുകയുണ്ടായി. പക്ഷെ അത്തരം കാര്യങ്ങൾക്ക് അന്തിമമായ ഒരു തീരുമാനം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അപ്പോൾ തീർച്ചയായും ഇന്ന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF എന്നുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അന്തിമമായ ഒരു തീരുമാനം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും വലിയ കാലതാമസമില്ലാതെ ഉണ്ടാകും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളായി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇരിക്കണം എന്ന ഒരു റിക്വസ്റ്റ് കൂടി UDFിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഹൈക്കമാൻഡ് അക്കാര്യങ്ങൾ ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ച ചെയ്തതിന് ശേഷം ഹൈക്കമാൻഡ് അറിയിക്കുന്നതനുസരിച്ച് ആണ് തീരുമാനങ്ങൾ വരാൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷകർ എത്തിച്ചേർന്നുകൊണ്ട് അഭിപ്രായങ്ങൾ തേടുന്നതാണ്. ആ അഭിപ്രായങ്ങൾ തേടുന്നു എങ്കിൽ പോലും അന്തിമമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ളത് AICC ആണ്. ആ അന്തിമമായ തീരുമാനങ്ങൾ AICC എടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾ
ഞങ്ങൾ അത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ പ്രൊസീജിയറിന്റെ കാലതാമസം ഉണ്ടല്ലോ, അത് വേഗം പരിഹരിക്കും എന്നുള്ളതാണ്. അത് വേഗം പരിഹരിച്ചിരിക്കും. പ്രൊസീജിയറിനുള്ള കാലതാമസം എന്ന് പറയുന്നത് ഒരു 2-3 ദിവസം കാലത്തിനുള്ളിൽ തന്നെ അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതാണ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങ് സൂചിപ്പിച്ചതുപോലെ യാതൊരു തരത്തിലുമുള്ള അഭിപ്രായ ഭിന്നതകൾ ഇല്ലാതെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ആ സ്ഥാനാർത്ഥികളെ അങ്ങനെ നിശ്ചയിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷം കേരളത്തിലെ ജനങ്ങൾ നൽകുകയും ചെയ്തത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആ മാൻഡേറ്റ്, കിട്ടിയ മാൻഡേറ്റ് പൂർണ്ണമായി അംഗീകരിക്കുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ചർച്ചയും ഇതുവരെയും യു ഡി എഫിനകത്ത് ഉണ്ടായിട്ടില്ല. യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു തരത്തിലും അത്തരത്തിലുള്ള ചർച്ചകൾ ഇതുവരെയും ഈ നിമിഷം വരെയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നാൽ പോലും ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഞങ്ങൾ തീരുമാനത്തിലേക്ക് പോകും എന്ന് പറയാൻ കൂടി അവസരം വിനിയോഗിക്കുക. കേരളത്തിലെ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്രമാത്രം വലിയൊരു വിജയം ഉണ്ടാക്കി കൊടുത്തത് കേരളത്തിലെ ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒരു പര്യവസാനം എന്നുള്ള നിലയിലാണ് അത്തരം തീരുമാനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ എടുത്തത്. ആ തീരുമാനങ്ങൾ എടുത്ത ജനങ്ങളോടാണ് ഞാൻ പ്രത്യേകം നന്ദി പറയുവാൻ വേണ്ടി ഈ അവസരം വിനിയോഗിച്ചത്. അത്തരം കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. എന്തായാലും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വിഷയം കേരളത്തിൽ ഉണ്ടാകില്ല. അത്തരത്തിലുള്ള വിഷയം ഉണ്ടാകാതെ തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ നിങ്ങളായി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കിടയിലുള്ളവർ തന്നെയാണ് പലപ്പോഴും പുകഴ്ത്തലും ഇകഴ്ത്തലും ഒക്കെ ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഇടയിൽ നിങ്ങൾ പറയുന്നത് വാർത്ത ഞങ്ങൾ കൊടുക്കുന്നു എന്നല്ല, നിങ്ങളുടെ നേതാക്കൾ തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഒരാളെ കുറിച്ച് പുകഴ്ത്തുന്നു, മറ്റൊരാളെ കുറിച്ച് പുകഴ്ത്തുന്നു, ഞാനാണ് വലിയ ആളെന്ന് ഫ്ലക്സ് വയ്ക്കുന്നു. അപ്പൊ നിങ്ങളുടെ നേതാക്കൾക്കിടയിൽ തന്നെ ഒരു സമവായം ഉണ്ടായാൽ ഞങ്ങൾക്ക് പണി കുറവായി. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികാരങ്ങൾ അനുസരിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതിനൊരു പരിഹാരമാർഗമാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം പുറത്തു പറയുമ്പോൾ അതിനുള്ള പരിഹാര മാർഗമായി അത് മാറിയിരിക്കും. CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് കഴക്കൂട്ടത്തും നേമത്തും കോൺഗ്രസ്സുകാർ സഹായിച്ചതുകൊണ്ടാണ് അവിടെ BJP അക്കൗണ്ട് തുറന്നത്. എന്താണ്? അല്ല, നേരെ തിരിച്ച് ഞാനങ്ങ് പറയുക, കഴക്കൂട്ടത്തും നേമത്തും കോൺഗ്രസ് അല്ല സഹായിച്ചത്, LDF ആണ് സഹായിച്ചത്. LDF അക്കാര്യത്തിൽ നേരത്തെ ഉണ്ടാക്കിയിരുന്ന അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് അവർ ആ കാര്യങ്ങൾ നിറവേറ്റി കൊടുത്തു എന്നുള്ളതാണ് സത്യാവസ്ഥ. കഴക്കൂട്ടത്തും നേമത്തും അതുപോലെ ചാത്തന്നൂരുമുണ്ട്. അല്ല, ഈ രണ്ടത്തെ ചോദിച്ചുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചാത്തന്നൂരുമുണ്ട്. അപ്പോൾ ഈ ഇടങ്ങളിൽ CPM-മായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് 3 സീറ്റുകൾ ലഭ്യമാകുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ 140 സീറ്റല്ല ഉള്ളൂ. അപ്പോൾ ഈ 140 സീറ്റുള്ളപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ അവരവർ ആഗ്രഹിക്കുന്ന പോലെ അവർക്ക് സീറ്റ് കിട്ടി എന്ന് വരില്ല. അതിന് ചില മാനദണ്ഡങ്ങളും തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്
ഇവിടെ സീറ്റുകൾ ഞങ്ങൾ നിശ്ചയിച്ചത്. ആ നിശ്ചയിച്ച സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തിയുണ്ട്. പലയിടങ്ങളിലും ഒരുപക്ഷെ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലം തന്നെ എടുത്താൽ ആ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ഒരു MLA പോലും ഉണ്ടായിരുന്നതല്ല. അവിടെ ഞങ്ങൾ ചില പരീക്ഷണങ്ങൾ നടത്തി. ആ പരീക്ഷണങ്ങൾ നടത്തിയതനുസരിച്ച് ഞങ്ങൾക്കവിടെ വിജയം കൈവരിക്കാനുള്ള 2-3 സീറ്റുകൾ ഞങ്ങൾക്ക് വിജയം കൈവരിക്കാനുള്ള അവസരം ലഭിക്കുകയുണ്ട്. അത്തരം കാര്യങ്ങൾ ഞങ്ങൾ വലിയ കാലതാമസമില്ലാതെ തീരുമാനമെടുക്കും. ആ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ എന്ത് എന്ന് നിങ്ങളെ നിശ്ചയമായും അറിയിച്ചിരിക്കും. അത്തരം കാര്യങ്ങൾ